ഹായ് എവരിബഡി, ഞങ്ങളെ ഓഫീസിൽ നിന്നുള്ള 2 ദിവസത്തെ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ഇനി വരാൻ പോകുന്ന 4 എപ്പിസോഡുകളായിട്ട് കാണിക്കുന്നത്. ഞങ്ങളുടെ ട്രിപ്പ് പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി, ഓഫീസിൽ എല്ലാവരും രാവിലെ അവിടേക്ക് എത്തി. ട്രാവലറിലാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഫസ്റ്റിൽ അടിമാലി, മൂന്നാർ, ചിന്നക്കനാൽ, പിന്നെ അവിടെ ഞങ്ങൾ വിൻ്റർ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ റിസോർട്ടിൽ സ്റ്റേ. എന്നിട്ട് രാവിലെ 4 മണിയാകുമ്പോൾ ഇതേപോലെ കൊളുക്കുമല വ്യൂ പോയിൻറ്റിൽ സൺറൈസ് കാണാൻ പോവുക. ഇതാണ് ഞങ്ങളുടെ മെയിൻ ടാർഗറ്റ്. അങ്ങനെ രാവിലെ ഞാൻ പറഞ്ഞ പോലെ 6 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങി, കോതമംഗലം കഴിഞ്ഞ് നേര്യമംഗലം ഭാഗത്തുനിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ വണ്ടി കയറി. പിന്നെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നേരെ മൂന്നാർക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ മൂന്നാർക്ക് പോകുമ്പോഴുള്ള ഫസ്റ്റ് നമ്മളുടെ ഒരു വ്യൂ പോയിൻ്റാണ് ചീയാപ്പാറ വെള്ളച്ചാട്ടം. എൻ്റെ മുമ്പത്തെ വീഡിയോസിലും കുറേ കണ്ടിട്ടുണ്ടാവും ഈ വെള്ളച്ചാട്ടം. അതായത് ഇത് നമ്മളെല്ലാവരും പോകുമ്പോൾ നിർത്തുന്നൊരു മെയിൻ സ്പോട്ടാണ്. ഇവിടെ നിർത്തി ഞങ്ങൾ കുറച്ച് ഫോട്ടോസോ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് ഒരു റിലാക്സിങ് ടൈമും കൂടിയാണ് ഇവിടെ. നമ്മൾ യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് എല്ലാവരും റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നൊരു മെയിൻ ലൊക്കേഷനാണ്. പിന്നെ നല്ല വ്യൂ ആണ്. നല്ല മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇത് വെള്ളം ഇടിച്ച് കുത്തി പെയ്യുന്നത് കാണാൻ നല്ല രസമാണ്. ഇതാണ് ഞങ്ങളുടെ ടീം. ഞങ്ങൾ ഏകദേശം 20 പേരുണ്ടായിരുന്നു. പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അങ്ങനെ അടിച്ച് പൊളിച്ച് അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഞങ്ങൾ വണ്ടി നിർത്തിയത് ഇവിടെ നല്ല രസമുണ്ട്. ഈ മരങ്ങളൊക്കെ ഈ എന്താ പറയുക മഞ്ഞിൽ മുങ്ങി നിൽക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിള്ളേരെയൊക്കെ കൂട്ടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചു. അങ്ങനെ അവിടെ ഒന്ന് കറങ്ങി അതിനുശേഷം ഞങ്ങൾ വണ്ടി കയറി നേരെ മൂന്നാറിലേക്ക് വെച്ച് പിടിച്ചു. നല്ല കോടയിൽ മുങ്ങി നിൽക്കുകയായിരുന്നു മൂന്നാർ. മൂന്നാർ ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ നിർത്തി. അതിന് ഓപ്പോസിറ്റ് ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട്.
ഗ്രൗണ്ടിൽ ഫുള്ള് കോട നിറഞ്ഞ് കിടക്കായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ കയറണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ വണ്ടി അവിടെ നിർത്തി ഞങ്ങൾ അതിൻ്റെ അകത്തൊക്കെ പോയി. ഈ ഗ്രൗണ്ട് കാണാൻ നല്ല രസമാണ്. ഈ ഗ്രൗണ്ടിൻ്റെ ബാക്കിൽ നല്ലൊരു മലയുടെ വ്യൂ ഒക്കെ ഉണ്ട്. നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് പോകുന്ന റോഡിനോട് ചേർന്നിട്ടാണ് ഈ ഗ്രൗണ്ട് കിടക്കുന്നത്. അങ്ങനെ ഇവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ ചിന്നക്കനാല് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ചെറിയ പൊടിമഴ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു മൂടിയ ക്ലൈമറ്റും ആയിരുന്നു ആ സമയത്ത്. ചിന്നക്കനാലിലെ കണ്ണന്തവൻ പ്ലാന്റേഷൻ്റെ ഒരു വലിയ തോട്ടത്തിൻ്റെ ഏരിയ ഉണ്ടായിരുന്നു. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ലൊക്കേഷൻ, മഞ്ഞൊക്കെ ആയിട്ട്. അങ്ങനെ വണ്ടി ഞങ്ങളവിടെ സൈഡാക്കി എല്ലാവരും തോട്ടത്തിൻ്റെ അകത്ത് കയറി. താഴെ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട് അവരുടെ ആളെ കണ്ടായിരുന്നു, പക്ഷെ അവരൊന്നും പറഞ്ഞു പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് തേയിലത്തോട്ടത്തിന് നടുക്കുള്ള ഒരുപാട് ഫോട്ടോസ് എല്ലാവരും എടുത്തു. അങ്ങനെ തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചു. നല്ല തണുപ്പുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ചായക്കട സൈഡിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ റിസോർട്ടിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു.
റിസോർട്ട് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു വെള്ളച്ചാട്ടമുണ്ട്. പെരിയ കനാൽ വാട്ടർഫാൾ എന്നാണ് ഇതിൻ്റെ പേര്. ചിന്നക്കനാലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചീയാപ്പാറ വെള്ളച്ചാട്ടമൊക്കെ തന്നെ പോലെയുള്ള ഒരു റോഡ് സൈഡിൽ നിന്ന് വ്യൂ ഉള്ളൊരു അടിപൊളി വെള്ളച്ചാട്ടമാണിത്. വണ്ടി അവിടെ നിർത്തി ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി. ഇങ്ങനെ ശ്വാസം വിടുമ്പോൾ ഒരു പുക വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ട്രൈ ചെയ്തായിരുന്നു. പക്ഷേ ഫോണിൽ വീഡിയോയിൽ അത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഒത്തിരി വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ചോളവും അതുപോലെ ചായയൊക്കെ ആയിട്ട്. ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല വ്യൂ ആയിരുന്നു. പിന്നെ ഉള്ളോട്ട് കാണുമ്പോൾ ഇങ്ങനെ കുത്തി കുത്തി വെള്ളം വീഴുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ റോഡ് നേരെ പോയിട്ടാണ് നമ്മൾ കൊളുക്കുമലയിലേക്ക് യാത്ര പോകുന്നത്. ഇത് കുറച്ചും കൂടി മുന്നോട്ട് പോയി 1 കിലോമീറ്ററോളം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് റോഡുണ്ട്. ആ റോഡ് നേരെ കയറി കഴിഞ്ഞാൽ നേരെ സൂര്യനെല്ലി അതുപോലെ തന്നെ കൊളുക്കുമലയൊക്കെ പോകാം. വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഞങ്ങൾ പിന്നെ റിസോർട്ടിലേക്ക് തിരിച്ചു. അവിടെ നിന്നൊരു 10 മിനിറ്റ് റിസോർട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് വിൻ്റർ ഗാർഡൻ റിസോർട്ട്. റിസോർട്ടിൻ്റെ കാഴ്ചകളും കൊളുക്കുമലയുടെ കാഴ്ചകളൊക്കെ വരുന്ന വീഡിയോകളിൽ കാണാം. താങ്ക് യു. അങ്ങനെ ഏകദേശം 4 മണിയോടുകൂടി ഞങ്ങൾ ചിന്നക്കനാലിലുള്ള വിൻ്റർ ഗാർഡൻ എന്ന റിസോർട്ടിലെത്തി. ഞങ്ങൾ നാട്ടിൽ നിന്ന് പോരുമ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റിസോർട്ടും. പിന്നെ നാളെ രാവിലെ പുലർച്ചയ്ക്ക് 4 മണിക്ക് കൊളുക്കുമല പോകാനുള്ള ജീപ്പും കാര്യങ്ങളൊക്കെ. റിസോർട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ. അതായത് വലിയൊരു മലഞ്ചേരിയിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നല്ല കോടമഞ്ഞും എന്താ പറയുക, നല്ല അടിപൊളി ക്ലൈമറ്റാണ് അവിടെ. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. പിന്നെ പുറത്തിറങ്ങി അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ഫോണിൽ വീഡിയോസൊക്കെ എടുത്തു. അതിൻ്റെ ഈ റിസോർട്ടിൻ്റെ ഒരു സൈഡ് വലിയൊരു മലയാണ്. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ്. കുറേ പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ റിസോർട്ടിൽ ഞങ്ങൾ ഏകദേശം ഒരു 5-6 റൂം എടുത്തിട്ടുണ്ട്. അപ്പം കൂടുതലുള്ളവരൊക്കെ റൂം ഒക്കെ നോക്കി അകത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ എനിക്ക് ആ സ്ഥലമൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പം കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്തൂടെ കറങ്ങി നടക്കുമായിരുന്നു. ഇത് ഞാൻ താമസിച്ച റൂമിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചയാണ്. ഈ മഞ്ഞ കളറിൽ കാണുന്നൊരു പള്ളിയാണ്. അപ്പം കുറച്ച് പഴക്കമുള്ള പള്ളിയാണെന്ന് കണ്ടിട്ട് തോന്നി. ഇതാണ് റൂമിൽ AC ഒന്നുമില്ല കേട്ടോ. നല്ല തണുപ്പാണല്ലോ, അതുകൊണ്ടാണ് AC കാര്യങ്ങളൊന്നുമില്ല. ഒരു ഫാൻ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ പള്ളി ഒന്ന് പോയി നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല പള്ളീൻ്റെ അടുത്തേക്ക് നീങ്ങി. റിസോർട്ടിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്തൂടെ വേണം പള്ളിയിലേക്ക് പോകാൻ. ഇവിടെ ഒരു റോഡുണ്ട്. ഈ പള്ളിയിലേക്ക് തോന്നുന്നു അധികം ആളുകളൊന്നും ഉപയോഗിക്കുന്നൊരു പള്ളിയാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. മുറ്റത്തൊക്കെ പുല്ലൊക്കെ നിറഞ്ഞിരിക്കുകയായിരുന്നു. അത് ഞങ്ങൾ പള്ളിയുടെ സൈഡിലൊക്കെ ഒന്ന് പോയി നോക്കി. ഇവിടെ പള്ളിയുടെ ബാക്കിൽ ഒരു പാറ ഉണ്ട്. അതിന് മുകളിൽ കയറി നിന്നാൽ നല്ല രസമാണ് കാണാൻ. അപ്പോൾ താഴെ ഞങ്ങൾക്കൊരു അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പള്ളിയുടെ ബാക്കിലെ റിസോർട്ടും ഈ ആംബിയൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു.
ഇവിടെ പള്ളിയുടെ സൈഡിലൊരു നെല്ലിക്കയുടെ മരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നെല്ലിക്ക ഉണ്ടോയെന്നൊക്കെ നോക്കി പറിക്കാനൊക്കെ നോക്കി. പക്ഷേ താഴത്ത് കൈ കൊണ്ടെത്തുന്ന ഭാഗത്തുള്ള ആളുകളൊക്കെ പറിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ചുമ്മാ ജസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഞാൻ ഇറങ്ങി. പിന്നെ ഞങ്ങൾ മുകളിലേക്ക് തന്നെ വന്നു. മുകളിലേക്ക് വന്നിട്ട് ഈ റിസോർട്ടിൻ്റെ മുകൾ ഭാഗത്തൊരു വലിയ മലയാണ്. ഈ മലയിലേക്ക് നമുക്ക് ഈ റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെ തന്നെ റോഡ് കയറി പോകുന്നുണ്ട്. അപ്പോൾ ചുമ്മാ ഞങ്ങൾ 1-2 പേര് ആദ്യം ആ റോഡിനങ്ങ് നടന്നു പോയി. പിന്നെ എല്ലാവരും വന്നു. പിന്നെ രസമായിരുന്നു. ഞങ്ങളതിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് എത്തിപ്പെടാവുന്ന ഏറ്റവും മുകളിൽ പോയി അവിടെ റോഡിൽ. പിന്നെ കുറച്ച് ഭാഗമൊക്കെ ടാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഏറ്റവും പീക്കിലെത്തിയപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ടാറിങ് ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ റോഡ് പണി എന്താ പറയുക സോളിങ് ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന പോലത്തെ ഒരു കണ്ടീഷനിലായിരുന്നു റോഡ് ഉണ്ടായിരുന്നത്. ഏറ്റവും മുകളിൽ പോയി അവിടെ ഞങ്ങൾ റീൽസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു. മുകളിലെത്തിയ സമയത്ത് നല്ല കോടമഞ്ഞായിരുന്നു. കോട ഇങ്ങനെ വന്നിങ്ങനെ മൂടിയ ഒരു സമയമായിരുന്നു മുകളിൽ. ഇവിടുന്ന് പോകുന്നുണ്ട് നിയമ പൈപ്പ്. അത് റിസോർട്ടിന് നൽകൂല. ആടി റിസോർട്ട് കാണാതാ. അങ്ങനെ ഞങ്ങൾ മലയിൽ നിന്നൊക്കെ ഇറങ്ങി സമയം ഏകദേശം ഇരുട്ടി തുടങ്ങി. എല്ലാവരും റൂമിൽ പോയി ഫ്രഷായിട്ട് പുറത്തേക്ക് വന്നു റിസോർട്ടിൻ്റെ. നല്ല തണുപ്പായിരുന്നു അതേ സമയത്ത്. ഇവിടെ
ചെറിയ പീസാക്കിട്ട് ആ റിസോർട്ടിലെ സ്റ്റാഫ് ഈ വിറകൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ ഡീസൽ വെച്ചിട്ട് കത്തിച്ച് തുടങ്ങി. കാരണം നല്ല തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് കത്തിപ്പിടിച്ച് കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ അവരിടയ്ക്ക് ഡീസൽ തന്നെ ഒഴിച്ചു, എന്നിട്ട് അതിന് തീ കൊടുത്തു. തീ കൊടുത്ത് പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് പിന്നെ ഡാൻസും പരിപാടിയൊക്കെ അങ്ങ് തുടങ്ങി. ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്പീക്കറിന് സൗണ്ട് പോരെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ യാത്ര ചെയ്ത് വന്ന അതേ ട്രാവലർ ക്യാമ്പ് ഫയർ നടക്കുന്ന സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഡോറൊക്കെ തുറന്നിട്ട് അതിൽ സിസ്റ്റത്തിൽ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് പിന്നെ അങ്ങ് എൻജോയ്മെൻ്റ് ആയിരുന്നു, ഡാൻസും പരിപാടിയൊക്കെ. വീലേ പോരെ പോരെ കളി 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 രാത്രി ക്യാമ്പ് ഫയറിന് ശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ ഒരു 4 മണിയാകുമ്പോൾ എണീറ്റു. 4 മണി 4:15 ആയപ്പോഴേക്ക് റൂമിൻ്റെ ഭാഗത്തേക്ക് ജീപ്പ് വന്നായിരുന്നു. ആ ജീപ്പ് കയറി നേരെ കുളുക്കുമല കാണാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കുളുക്കുമലയിലെ വിശേഷങ്ങളൊക്കെ കാണാം. ഹായ്, ഗുഡ് മോർണിംഗ്. രാവിലെ 4 മണിയോടുകൂടി ഞങ്ങൾ താമസിച്ചിരുന്ന റിസോർട്ടിൽ നിന്നും കുളുക്കുമലയുടെ താഴെയുള്ള ചെക്ക് പോയിൻറ്റിലേക്ക് എത്തി. അവിടെ നിന്നാണ് ജീപ്പുകളൊക്കെ മുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 3600 രൂപയാണ് ഒരു ജീപ്പിന് ചാർജ് ഈടാക്കുന്നത്. അതിൽ 600 രൂപ
അവിടെ ഫോറസ്റ്റിൻ്റെ ചാർജും ബാക്കി 3000 രൂപ ജീപ്പിൻ്റെ ചാർജുമാണ്. ഇത് ഏകദേശം 12 കിലോമീറ്റർ ഉണ്ട് കുളുകമലയുടെ മുകളിലെത്താൻ. 12 കിലോമീറ്ററിൽ 6 കിലോമീറ്റർ ഓഫ് റോഡും 6 കിലോമീറ്റർ നോർമൽ തോട്ടത്തിലൂടെയുള്ള റോഡുമാണ്. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ തോട്ടത്തിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഒരു വണ്ടി ഇപ്പൊ ഇറങ്ങി വന്നിട്ടുണ്ട്. അവരോട് സംസാരിക്കാൻ പറ. ജീപ്പ് അഡ്വാൻസ് എന്ന് പറഞ്ഞ ജീപ്പ് ഇറങ്ങി വരുന്നുണ്ട്. സംസാരിക്കാൻ പറ. 4 പേരെ കൂടെ റെഡി ആയി കഴിഞ്ഞാൽ അവർക്ക് വരും.
ചേട്ടാ മുഹമ്മദ് റിയാസിനോട് പറയണുണ്ടോ അറിയാൻ തുറക്കാൻ പറ്റത്തില്ല. ബ്രോ സ്റ്റെബിലൈസേഷൻ അത് ഉദ്ദേശിച്ചോ ആ സാധനം ശരിയാ. ഫോടുക്ക് ഈ റോഡ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര കഠിനമായൊരു വഴിയാണിത്. ഇതിലൂടെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ജീപ്പ് ഡ്രൈവർമാർക്ക് അല്ലാതെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഞങ്ങളെ തലയൊക്കെ അവിടെ ഇവിടെയൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അത് അത്രയ്ക്കും കുലുക്കുമാണ്. പിന്നെ ആൾ നല്ല കംഫർട്ടബിളായിട്ടാണ് വണ്ടി ഓടിച്ചതെങ്കിലും ഞങ്ങൾക്ക് നന്നായിട്ട് അത് ബോഡിയിൽ എഫക്റ്റ് ചെയ്തു.
ഏകദേശം 45 മിനിറ്റുള്ള യാത്രയ്ക്ക് ശേഷം മുകളിലെത്തിയപ്പോൾ ചെറിയ മുന്നിൽ പോയ ജീപ്പുകളൊക്കെ അങ്ങനെ നിർത്തിയിട്ട് കാണാം. ഇവിടെ ഇവർ ക്യൂ ആയിട്ട് നിർത്തിയിട്ട് കഴിഞ്ഞിട്ട് നമ്മളെ കസ്റ്റമേഴ്സിനെ കാത്തു നിൽക്കുകയാണ് ചെയ്യാറ്. സാധാരണ ഭയങ്കര തിരിക്കാനൊന്നും ഒട്ടും സ്ഥലമില്ലാത്തൊരു ടൈപ്പ് റോഡാണ്. അപ്പോൾ ഇവർ ചെറിയ സ്പേസിലാണ് തിരിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കൗതുകമായ കാര്യം എന്താ വെച്ചാൽ, ഞാൻ വന്ന ജീപ്പ് ഞങ്ങളുടെ നാട്ടിലെ രജിസ്ട്രേഷനാണ്, KL57 കൊടുവള്ളി. അപ്പോൾ ഞാൻ ഡ്രൈവറോട് ചോദിച്ചു കൊടുവള്ളിക്കാരനാണോ, പക്ഷേ പുള്ളി ഇവിടെ ഇടുക്കിക്കാരനാണ്. അങ്ങനെ ജീപ്പിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബാക്കിയുള്ള ദൂരം മുന്നോട്ട് നടന്നു. കാരണം ജീപ്പുകൾ ഇങ്ങനെ അടുക്കി നിർത്തിയിട്ടേക്കും, അതിൻ്റെ അകത്തൂടെ വേണം കയറിപ്പോവാൻ. ഒരു 5 മിനിറ്റ് നടന്ന് ഞങ്ങൾ കുളുക്കുമലയുടെ മുകളിലെത്തി. ഇവിടുന്ന് ജീപ്പ് ഡ്രൈവറോട് ചോദിച്ചു, അതായത് ഞങ്ങളെ വണ്ടി ഡ്രൈവർ പറഞ്ഞിരുന്നു ഇവിടെ ഒരു സിംഹത്തിൻ്റെ മുകളിലൊരു കല്ലുണ്ട് എന്ന്. അപ്പോൾ അതിലേക്കുള്ള വഴിയൊക്കെ ചോദിച്ച് മെല്ലെ നടന്ന് ഇപ്പോൾ ഇവിടെ ഒരു പാത്ത് വേ ഉണ്ട്. അപ്പോൾ അവിടേക്ക് എത്തിയപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. അത് വല്ലാത്തൊരു ഫീലായിരുന്നു കണ്ടപ്പോൾ. ഈ സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാവിലെ 4 മണിക്ക് എണീറ്റ് ഈ മല കയറി ഇവിടെ വന്നേക്കുന്നത്. മഞ്ഞുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന പോലെ ഇങ്ങനെ എന്താ പറയുക, കടലിലേക്കൊക്കെ നോക്കുന്ന പോലത്തെ ഒരു ഫീല്. ഇവിടുന്ന് എല്ലാവരും കുറേ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്തു. എല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റ് മൂഡിലായിരുന്നു രാവിലെ. നല്ല തണുപ്പും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ മഞ്ഞിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഈ തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ ഒരാൾക്ക് മാത്രം നടന്നു പോകാവുന്നൊരു വഴിയുണ്ട്. ഇതിലെ മുന്നോട്ട് നടന്ന് അവിടുന്ന് ഞങ്ങൾ ജീപ്പ് ഡ്രൈവറോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞായിരുന്നു അങ്ങ് അറ്റത്താണ് ഈ പറയുന്ന കല്ലുള്ളതെന്ന്. അപ്പോൾ കല്ല് കാണുക എന്ന ലക്ഷ്യത്തിലാണ് മുന്നോട്ട് നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വരിയായിട്ട് അതിലങ്ങ് നടന്ന് നീങ്ങി. ഇതിലെ പോയാൽ മതി ആര് പറഞ്ഞേ. ലാലിൻ്റെ ഒച്ചക്കുണ്ട്. അങ്ങേ സൈഡിലേക്ക് വ്യൂ ഉണ്ടാവുക. ഇവിടെ നിന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ മഞ്ഞിനെ ബാക്ക്ഗ്രൗണ്ട് കിട്ടാവുന്ന രീതിയിൽ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു.
എവിടെ വണ്ടി ഞങ്ങൾ എന്താ നടേഷേ പോയി എവിടാ എടാ ആ പുലിയുടെ തല എന്തിയടാ പുലിയുടെ തല എന്തി എവിടെ ചെറിയൊരു തല ഇത് ഫ്രണ്ട് ക്യാമറയിലാണ് കിട്ടുന്നത്. ഇത് ശരിക്കും കുറച്ച് അപകടം നിറഞ്ഞൊരു സ്ഥലമാണ്. കാരണം സൈഡിൽ കൈവേലികളോ അല്ലെങ്കിൽ പോലീസ് സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. വളരെ ഓപ്പണായിട്ട് കിടക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും കയറി വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോകാം. താഴത്ത് ആ ഒരു ചെക്ക് പോസ്റ്റ് അല്ലാതെ വേറൊരു സെക്യൂരിറ്റി സിസ്റ്റം ഇവിടെ നമ്മൾ കണ്ടില്ല. ശ്രദ്ധിച്ചൊക്കെ നടക്കണം. രണ്ട് സൈഡിൽ നല്ല കൊക്കയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ നടന്ന് ഇവിടെ ഒരു കല്ലുണ്ടെന്ന് പറഞ്ഞില്ലേ, സിംഹത്തിൻ്റെ മുകളിലെ സിംഹമോ കടുവയോ ആ സാധനം. ഇത് നമ്മൾ ജാഗ്വർ കാറിൻ്റെ എംബ്ലം പോലെ ഇരിക്കും ഈ സാധനം കാണാൻ. എനിക്ക് ജീപ്പ് ഡ്രൈവർ മൊബൈലിൽ ഫോട്ടോ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ നടന്ന് ഏകദേശം ആ കല്ലിൻ്റെ അടുത്ത് എത്താനായി. സിംഗത്തല കാണാൻ പോവാ. ഇത് ഈ കാണുന്നതാണ് ഞങ്ങൾ പറഞ്ഞ കല്ല്. ഈ കല്ലിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. ഇങ്ങനെ ആളുകളിങ്ങനെ തിങ്ങി നിൽക്കുക പിന്നിൽ. അപ്പം മുന്നിൽ വരുന്നവർ പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ മാറുന്നുണ്ടായിരുന്നു. ഓക്കെ സെറ്റ്. ഞാനിവിടെ ചോദിച്ചപ്പോൾ ഈ മഞ്ഞുള്ള ഭാഗം തമിഴ്നാടിൻ്റെയും മഞ്ഞില്ലാത്ത ഭാഗം കേരളത്തിൻ്റെയും ആണെന്നാണ് പറഞ്ഞത്. ഈ ഞങ്ങൾ നിൽക്കുന്ന ഭാഗം ഇതിൻ്റെ രണ്ട് സംസ്ഥാനത്തിൻ്റെയും ബോർഡർ പ്രദേശമാണെന്നാണ് നമുക്കിവിടെ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. അല്ല ഞാൻ ഇത് വീഡിയോ കേട്ടോ.
അങ്ങനെ കുളുക്കുമലയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാനുള്ള പരിപാടിയാണ്. ഇന്നത്തെ പ്ലാൻ പറഞ്ഞാൽ റിസോർട്ടിൽ പോവുക, ഫുഡ് കഴിക്കുക, എന്നിട്ട് നേരെ ആനയിറങ്ങൽ ഡാം പോകണം. അതിനുശേഷം നേരെ രാജകുമാരി വഴി ഗ്യാപ്പ് റോഡിന് ഇറങ്ങിയിട്ട് എറണാകുളത്തേക്ക് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും കണ്ടവർക്കൊക്കെ നന്ദി. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ ആനയിറങ്ങൽ ഡാമും അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ ബൈ. കുളുക്കുമലയിലെ കാഴ്ചകളൊക്കെ കണ്ട് റിസോർട്ടിൽ പോയി ഫുഡ് കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇനി ഞങ്ങൾ പോകുന്നത് ആനയിറങ്ങൽ ഡാമിലേക്കാണ്. ഗ്യാപ്പ് റോഡിന് സമീപമായി സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ലൊക്കേഷനാണ് ആനയിറങ്ങൽ ഡാം. അതിമനോഹരമായ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കാണ് ഈ ഡാമും നദിയും സ്ഥിതി ചെയ്യുന്നത്.
ഒരാൾക്ക് 50 രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത്. ഇതിനകത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും പിന്നെ കുറേ ആക്ടിവിറ്റി ഏരിയാസൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ ഒരുപാട് ഗ്രൂപ്പ് ഫോട്ടോസും അല്ലാതെ സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇവിടെ ഒരു പൂവിൻ്റെ ഒരു ഏരിയ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണത്. നാട്ടിലൊക്കെ പണ്ട് കാണുന്ന ടൈപ്പ് ഒരു വയലറ്റ് പൂ. ഇതിൻ്റെ ഒരു വലിയൊരു തോട്ടം പോലെ തന്നെ മുന്നോട്ടുണ്ട്. ഞാൻ എൻ്റെ നടുക്കൂടെ നടന്നു. ആനയിറങ്ങൽ ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ എറണാകുളത്തേക്ക് തിരിക്കുകയാണ്. ഞങ്ങളെ ടൂർ പ്ലാനിങ്ങിലെ ലാസ്റ്റ് ലൊക്കേഷനായിരുന്നത്. എല്ലാവരും നല്ലൊരു ഹാപ്പി മൂഡിലായിരുന്നു ഈ ടൂറും കാര്യങ്ങളൊക്കെ. അങ്ങനെ എല്ലാവരും വണ്ടി കയറി വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ എറണാകുളത്തേക്ക് തിരിച്ചു. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.